ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽ ഖുലഫാഉർ റാഷിദൂൻ. ഇസ്ലാമിക ചരിത്രത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിഗത, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, ആത്മീയ എന്ന് തുടങ്ങിയ എല്ലാ മേഖലകളിലെയും റെഫറൻസായ ഒരു വിഭാഗം. ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് ഖിലാഫത്ത് എന്നത് ചരിത്രത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നത് ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്. ഖിലാഫത്ത് സാധാരണ ഇസ്ലാമിക് സ്റ്റഡീസിൽ, ഇസ്ലാമിക അക്കാദമിക വ്യവഹാരങ്ങളിൽ 3 അർത്ഥങ്ങളിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഒന്നാമത്, ഓരോ മനുഷ്യനും ഖലീഫയാണ് എന്ന ഭാഷാ അർത്ഥം ഉപയോഗിച്ചുകൊണ്ടുള്ള ചർച്ച. സൂറ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കുകളോടുള്ള സംസാരമധ്യേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നീ ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കുന്നു, തീരുമാനിക്കുന്നു, പടയ്ക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അത് സംസാരിക്കുന്നു. ആ ഒരു പദം വെച്ച് നോക്കുമ്പോൾ ഓരോ മനുഷ്യനും ഖലീഫയാണ്, അള്ളാഹുവിൻ്റെ ഭൂമിയിലുള്ള പ്രതിനിധിയായി വരുന്നു എന്നുള്ള അർത്ഥത്തിൽ. യസ്തഖ്ലിഫൂൻ എന്ന് പറയുന്ന മറ്റൊരു പദവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത് കാണാം. പദാർത്ഥം വെച്ച് നോക്കുമ്പോൾ പ്രതിനിധി, റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ, ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ അത് കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടാമത്, ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തസവുഫ് എന്ന് പറയുന്ന മേഖല. നമ്മൾ സൂഫിസം എന്ന് വിളിക്കാം. അതിൽ ഖലീഫ എന്നുള്ള പദം ഷെയ്ഖിൻ്റെ, അതായത് പ്രധാന ഗുരുവിൻ്റെ, ഉസ്താദിൻ്റെ അനുയായിയായോ ഉസ്താദിന് ശേഷമോ കൂടെയോ ഷെയ്ഖിൻ്റെ പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുകയും നിശ്ചയിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പ്രധാന പ്രതിനിധിയായി ആ പദം ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഖലീഫ എന്നാണ് പറയുക. നിങ്ങളൊരു പക്ഷേ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒട്ടുമിക്ക സൂഫി വര്യന്മാരും അവരുടെ ഉസ്താദുമാരുടെ, ഷെയ്ഖന്മാരുടെ ഖലീഫമാരായിരുന്നു. നിസാമുദ്ദീൻ ഔലിയ, മൊയ്നുദ്ദീൻ ചിശ്തി, ഇതിനടക്കമുള്ള ധാരാളം പേര് നിങ്ങൾ അവരുടെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാം. അവരൊക്കെയും ഏതെങ്കിലും സൂഫി ത്വരീഖത്തുകളുടെ ഖലീഫ എന്ന തരത്തിലാണ് അവരുടെ ബയോഗ്രഫികളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത്, രാഷ്ട്രീയ, പവർ അതോറിറ്റി, മൊണാർക്കി, ആ ഒരു മേഖലകളിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഇസ്ലാമിക നിയമസാധുത, ഇസ്ലാമിക് ലെജിറ്റിമസി എന്ന തരത്തിൽ ഉപയോഗിക്കപ്പെട്ട പദമാണ് ഖിലാഫത്ത്. പൊളിറ്റിക്കൽ കൺസെപ്റ്റ് എന്ന തലത്തിൽ ആ പദവും ഇസ്ലാമിക ചരിത്രത്തിൽ വ്യവഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു 3 അർത്ഥവും നമ്മളിപ്പോഴും ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരേ സമയം ഓരോ മനുഷ്യനും ഖലീഫയായി മാറുന്ന, അതേസമയം തന്നെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായോ നമ്മൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരർത്ഥം എന്ന നിലയിലോ, അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യവഹരിക്കപ്പെട്ട പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്നോ സിസ്റ്റം എന്ന തരത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഖിലാഫത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ പദം വ്യവഹരിക്കപ്പെട്ടിട്ടുള്ളത്, ഇപ്പോഴുമുള്ളത്. എന്നാൽ ലോകതലത്തിൽ നമ്മൾ ഇൻ്റർനാഷണൽ റിലേഷൻസ്, പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഖിലാഫത്ത് എന്നുള്ള പദം ആദ്യമേ എല്ലാവരുടെ മനസ്സിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാത്രമാണ് പോകുന്നത്. അത് മുസ്ലിങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തിന് വിളിക്കുന്ന പേരായതുകൊണ്ടും മുസ്ലിങ്ങൾ മതവിശ്വാസികളായതുകൊണ്ടും അതൊരു മതത്തിൻ്റെ ഭാഗമായതുകൊണ്ടും മതത്തിൽ നിന്ന് അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഭരണ സംവിധാനമായതുകൊണ്ടും അതൊരു മതരാഷ്ട്രം മാത്രമായി, മതരാഷ്ട്രവാദമായി, മതരാഷ്ട്രത്തിൻ്റെ കൺസെപ്റ്റായി ഖിലാഫത്ത് മാറ്റപ്പെട്ടു. അതിൻ്റെ കൂടെ നമ്മുടെ ആധുനിക കണ്ടംപററി വായനകളിൽ ഈ അടുത്ത് 2013 ശേഷം 16, 17 വരെയെങ്കിലും ഇറാഖ് കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ആ നിഗൂഢ സംഘത്തിനും അവർ ദൗല ഇസ്ലാമിയ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള പേര് കൊടുത്തതോടുകൂടി, അല്ലെങ്കിൽ പേര് ചേർക്കപ്പെട്ടതോടുകൂടി ഖിലാഫത്ത് എന്നത് കേട്ടാൽ അത് ഭീകര സ്വത്വമായി കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. മുമ്പ് ഉസ്മാനികൾ, നമ്മൾ ഉസ്മാനിയ ഖിലാഫത്ത്
16-17 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ ഭാഗങ്ങളിലേക്ക് വളരെ വിശാലമായ തരത്തിലുള്ള സൈനിക പര്യടനങ്ങൾ അവർ തുടങ്ങി വച്ചിരുന്നു. അപ്പോൾ അന്ന് അറിയപ്പെട്ട ഒരു പദപ്രയോഗമാണ് തുർക്കിലർ ഗലിയോർ, ടർക്സ് ആർ കമ്മിങ്, തുർക്കികൾ വരുന്നു. മുസ്ലിങ്ങൾക്ക് ബദലായി യൂറോപ്യൻ നാടുകൾ തുർക്ക് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം മുസ്ലിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞത് ആ ഖിലാഫത്ത് ഞങ്ങളുടെ ഭാഗത്തേക്ക് പിടിച്ചെടുക്കാൻ വരുന്നു, ഒരു അധിനിവേശകൻ്റെ ഭാഷയായിരുന്നു, പേരായിരുന്നു ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. യൂറോപ്യൻ ലിറ്ററേച്ചറുകളിൽ ഇന്നും ആ തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ വെസ്റ്റേൺ നാടുകളിലൊക്കെയും ചർച്ച വരുമ്പോൾ മുസ്ലിംസ് ആർ കമ്മിങ് എന്നുള്ള പദം ഈ ഇങ്ങോട്ട് മാറിയത്. മുസ്ലിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ എന്തോ പിടിച്ചടക്കാൻ വരുന്നു എന്ന തരത്തിലേക്ക് പോകുന്നു. എത്രത്തോളം എന്നാൽ ഒരു ഇറ്റാലിയൻ ഒരു പൊളിറ്റിക്കൽ ലീഡർ തുർക്കികളുടെ, ആധുനിക തുർക്കിയുടെ യൂറോപ്പിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പ് ചർച്ച നടക്കുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല, കൊടുക്കുകയാണെങ്കിൽ യൂറോപ്യ ആയി മാറും എന്ന് പോലും ആ ചർച്ചയിലേക്ക് വന്നു. യൂറോപ്പ് എന്നുള്ളത് യൂറേബ്യ ആയി മാറുമെന്നുള്ള ഇമേജ് പോലും രൂപപ്പെട്ടു. കാരണം മുസ്ലിങ്ങൾ പൊതുവേ മതരാഷ്ട്രവാദികളാണ്. അവരവരുടെ ഭരണം നിലനിർത്താനും സ്ഥാപിക്കാനും ആഗ്രഹിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ ഭരിക്കുമ്പോൾ ഖിലാഫത്തെ വരും. ഖിലാഫത്ത് എന്ന് പറയുന്നത് അത് ശരീഅത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. സൗദിയാണ്, ശരീഅത്താണ് കോടതി എന്ന് പറയുന്ന ഇമേജ് രൂപപ്പെടുന്ന ഒരു കാലത്തും കൂടെയാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഖിലാഫത്ത് എന്നത് വെല്ലുവിളിക്കപ്പെടേണ്ട, മാറ്റി നിർത്തേണ്ട ഒരു ചർച്ചയായി കേരളത്തിലെയോ കേരളത്തിന് പുറത്തോ ലോകത്ത് തന്നെയും ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഗ്ലോറിഫൈഡായ റാഷിദൂൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ വിഭാഗത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് എന്നത് അതൊരു ഡിക്റ്റേറ്റർഷിപ്പാണ്, അതൊരു തിയോക്രസിയാണ്, ഒരു മതരാഷ്ട്രത്തിൻ്റെ കൺസെപ്റ്റാണ്, അതൊരു സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനമാണ്. ആർക്കും റൈറ്റ് കൊടുക്കാത്ത, കുറച്ച് സെലക്റ്റീവായ മൈനോറിറ്റിയുടെ മാത്രമുള്ള, ഈ ഭരിക്കുന്നവൻ്റെ നിയമം മാത്രം, താല്പര്യം മാത്രം നടക്കേണ്ട ഭരണ സംവിധാനമാണോ, അഡ്മിനിസ്ട്രേറ്റീവ് ആണോ, റൂൾ ഓഫ് ലോ ആണോ, നിയമവാഴ്ചയാണോ എന്നൊക്കെ ചർച്ച നമ്മൾ അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖുലഫാ റാഷിദുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാം അല്ലെങ്കിൽ ഖിലാഫത്ത് എന്നത് ഒരു മതരാഷ്ട്രമല്ല. കാരണം മറ്റൊരു പ്രശ്നം, ഈ മതരാഷ്ട്രം എന്നുള്ള ചർച്ചയിൽ തന്നെ തുടങ്ങുന്നത് ഇസ്ലാം ഒരു മതമാണ്. നമ്മൾ ഹിന്ദു മതം, ക്രിസ്തു മതം, ജൂദായിസം, ഇസ്ലാം. മതം എന്നുള്ള പദത്തിന് പോലും അഭിപ്രായം എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ഇസ്ലാം ഒരു അഭിപ്രായമല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുത്ത് ദീൻ എന്നുള്ളത് ഇസ്ലാമാണ്. അത് അഭിപ്രായമായി ഇസ്ലാം പറയുന്നില്ല. കാരണം അള്ളാഹു ഹക്കാണ്, ഖുർആൻ ഹക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കാണ്, ഇസ്ലാമും ഹക്കാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിന് ഇസ്ലാം ഒരു മതമായി സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഇസ്ലാം പറയുന്ന ചിന്തയും ഒരു അഭിപ്രായമായും പറയാൻ കഴിയില്ല. ഈ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം ഒരു മത അല്ല, പകരം ജീവിതത്തെ മുഴുവനും വലയം ചെയ്യുന്ന ഒരാശയമാണ് ഇസ്ലാം. ഒരു കൺസെപ്റ്റാണ്, ഒരു സംവിധാനമാണ്, ഒരു സിസ്റ്റമാണ്, ഒരു സ്ട്രക്ചറാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് ഇസ്ലാമിനെ സമർപ്പിക്കുന്നത്. അതിനെ വലയം ചെയ്യുന്നതാണ് ശരീഅത്ത്. അതിൻ്റെ ഭരണ സംവിധാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടുകൊടുത്ത പേരാണ് ഖിലാഫത്ത്. ഇനി മറ്റൊരു പ്രശ്നം, ഈ ഖിലാഫത്ത് എന്നത് ഇനി ഒരു ഭരണ സംവിധാനം രൂപപ്പെട്ടു എന്ന് വരിക, ആ ഭരണ സംവിധാനത്തിന് ഖിലാഫത്ത് തന്നെ വിളിക്കൽ നിർബന്ധമാണ്. ഖിലാഫത്ത് എന്നത് ഖുർആനും ഹദീസും മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ ഒരു ആധുനിക സ്റ്റേറ്റ് സംവിധാനത്തിന് ഖിലാഫത്ത് എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ശരീഅത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭരണ സംവിധാനം നടക്കുന്ന ഏതൊരു സംവിധാനത്തിനെയും ഖിലാഫത്ത് എന്ന് വിളിക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യവും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. അതായത് വിളിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സംവിധാനം ഫിക്സ് ചെയ്ത് തന്നിട്ടില്ല. നിങ്ങൾ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ചർച്ചകൾ വായിച്ചു നോക്കുക. നിങ്ങൾ നോക്കുക, 4 ഖലീഫമാരും 4 തരത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം.
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നു, മയ്യത്ത് അടക്കം ചെയ്തിട്ടില്ല. അപ്പോഴാണ് ബനി സഈദ എന്ന് പറയുന്ന ഒരു ഗോത്രം ഒരുമിച്ച് സഖീഫ എന്ന് പറയുന്ന ഭാഗത്ത് ഒരുമിച്ച് കൂടുകയും അവിടെ വെച്ചിട്ട് ആര് ഖലീഫയാവണമെന്നുള്ള ചർച്ച നടക്കുന്നു. ഭരണാധികാരി ആദ്യം ആരാവണം? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ സഹാബികളെന്ന് കരുതുന്ന, വിശ്വസിക്കുന്ന, മാനിക്കുന്ന, ആദരിക്കുന്ന അതേ വിഭാഗം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മയ്യത്തടക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഭരണാധികാരി ആരാവണമെന്ന ചർച്ചയിലേക്ക് പോയി. അതൊരു പ്ലസ് പോയിൻ്റാണ്. അതേ സമയം തന്നെ ഒരു പ്രശ്നവും വന്നത് റിഫ്റ്റ് രൂപപ്പെട്ടു എന്നുള്ളതാണ്. മയ്യത്തടക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ സമൂഹത്തിനിടയിൽ ഒരു വിഘടനം രൂപപ്പെടുക. ചിലർ പറഞ്ഞു അൻസാരിയിൽ നിന്ന് ഒരാളെ നിയമിക്കാം, സഅദ് മുആദിനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട സഹാബിനെ മുന്നിൽ വെച്ചു. ചിലർ പറഞ്ഞു അല്ല, മുഹാജിറുകൾ തന്നെ വേണം, നമുക്ക് 2 ലീഡർ ആയാലോ എന്നൊക്കെ ചർച്ച വന്നു. ഇത് അറിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ബനു സഈദ സഖീഫ എന്ന് പറയുന്ന ഭാഗത്തെത്തുകയും ചർച്ചകളുടെ മർമ്മം മനസ്സിലാക്കുകയും ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് മുമ്പിൽ വളരെ ലോജിക്കായി തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നോമിനേഷൻ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആദ്യത്തെ ഉത്തരാധികാരി, ഖലീഫ ഉത്തരാധികാരി ആര് ആവണം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്തപ്പോൾ, അസുഖമാകുമ്പോൾ ഖലീഫയായി അല്ലെങ്കിൽ ഇമാമായി, നമസ്കാരത്തിൻ്റെ ഇമാമായി ആരെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് തീരുമാനിച്ചത്. നമസ്കാരത്തിൻ്റെ ഇമാം, അതായത് പള്ളിയിലെ ഇമാമത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം. ഇമാം എന്നുള്ള കൺസെപ്റ്റ് ഇസ്ലാമിൽ ഭരണാധികാരിക്കും നേതൃത്വം ഏറ്റെടുക്കുന്നവനും ഒക്കെ ഉപയോഗിക്കുന്ന പൊതുവായ പദപ്രയോഗമാണ്. പള്ളിയിലെ ഇമാമിനെന്നുള്ള മാത്രത്തിലല്ല. ആ ഇമാം ഒരേ സമയം നമസ്കരിക്കാനുള്ള ഇമാമത്ത് കൊടുക്കുകയും വ്യക്തിഗത, സാമൂഹിക, രാഷ്ട്രീയ ജീവിതത്തിലെ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതാവുമ്പോഴോ അഭാവത്തിലോ അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ നമസ്കാരത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് നിയമിച്ചതെങ്കിൽ നമസ്കാരത്തിലെ നേതൃത്വം തന്നെ ആവണം വ്യക്തിഗത, സാമൂഹിക, രാഷ്ട്രീയ ജീവിതത്തിലെ നേതൃത്വം എന്ന് പറഞ്ഞ് സമർത്ഥിക്കുകയും അതുമാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി, ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒന്നിച്ച് ഹിജറ ചെയ്ത ആൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ച പ്രധാന പുരുഷൻ എന്ന തരത്തിൽ എല്ലാ പുണ്യങ്ങളും വിശദീകരിക്കുമ്പോഴാണ്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനല്ല യോഗ്യൻ, ഉമർ തന്നെയാണ് യോഗ്യൻ. അത് ഏറ്റെടുക്കുകയായിരുന്നില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്തത്, നമ്മൾ മനസ്സിലാക്കണം. എന്നാലും യോഗ്യൻ ഉമറാണ് എന്ന് തിരിച്ചു പറയുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചു വാങ്ങി ബൈഅത്ത് ചെയ്യുകയും ചെയ്യുന്ന സീനാണ്. ആദ്യത്തെ ബൈഅത്ത് ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ഇതോടുകൂടി ഈ ലോജിക്ക് മനസ്സിലാവുകയും അവിടെയുണ്ടായിരുന്ന മുഹാജിറുകളും ബാക്കിയുള്ള അൻസാരികളും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുന്നു. ബൈഅത്ത്, പ്രതിജ്ഞ എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിലെ പ്രധാന ആശയമായി അവിടുന്ന് രൂപപ്പെടുന്നു. ഭരണകർത്താവിനെ ലോയലായി പ്രഖ്യാപിക്കുക, അയാളെ അംഗീകരിക്കുക, മൂപ്പരാണെങ്കിൽ പുതിയ ലീഡർ എന്നുള്ളത് മനസ്സിലാക്കുക, കമ്മിറ്റ്മെൻറ്റ്, പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ്, സകലവിധ സമർപ്പണവും ഇദ്ദേഹത്തിന് കയ്യിൽ വെച്ച് കൊടുക്കുക. അതേസമയം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഞാൻ തെറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താമെന്ന് അദ്ദേഹം പറയുന്നത് കാണാം. അതായത് ജനങ്ങളുടെ താല്പര്യം മുന്നിൽ വെച്ചുകൊണ്ടിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം ജീവിക്കുമ്പോൾ ഏറ്റവും സ്വാത്വികനായ മനുഷ്യൻ, അധികം ആരോടും വഴക്കുകൂടാത്ത ആൾ, വളരെ നൈർമല്യമുള്ള, വിനയ സ്വഭാവമുള്ള, സോഫ്റ്റായി മാത്രം സംസാരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത 2 വർഷം ഒരു പക്ഷേ ആ സമൂഹത്തിൻ്റെ മുഴുവനും ഏറ്റവും പരുഷം വെച്ചാൽ മോശം എന്നുള്ള അർത്ഥത്തിലല്ല, സ്ട്രിക്ട്നെസ്സിൻ്റെ ആൾരൂപമായി മാറി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിനെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അറേബ്യയിലും മക്കയിലും അറിയപ്പെട്ട ഏറ്റവും പരുഷനായ കഥാപാത്രത്തെ ഏറ്റവും സോഫ്റ്റാക്കി മാറ്റാനും, ഏറ്റവും സോഫ്റ്റായ കഥാപാത്രത്തെ ഏറ്റവും നല്ല മാർഗത്തിലുള്ള പരുഷ സ്വഭാവം ഉണ്ടാക്കിയെടുക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അടുത്ത 2 വർഷം കൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാനുള്ള സാഹചര്യം മുതൽ തുടങ്ങി അതുവരെ രൂപപ്പെട്ട പ്രധാന പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ആക്കി വളരെ സുന്ദരമായി ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് സമാധാന രൂപേണ മരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, കള്ളപ്രവാചകന്മാർ, സജ എന്ന് പറയുന്ന ഒരു സ്ത്രീ, മുസൈലിമത്തുൽ കദാബ് എന്ന് പറയുന്ന മറ്റൊരാൾ, പ്രധാനമായും അവരായിരുന്നു. അതൊന്ന്. രണ്ടാമത് മുർത്തദ്ദുകളുടെ ഒരു ലോകം. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതോടുകൂടി കുറേ പേര് മുർത്തദ്ദാണ്. മറ്റൊന്ന് സക്കാത്ത് നിഷേധം. സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിരുന്ന സക്കാത്ത് ഇനി ഞങ്ങൾ തരില്ല എന്ന് പറയുന്ന, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്നൊരു ലോകം. പിന്നെ മറ്റു കുറച്ച് റിബലുകളായ ചില ഗോത്രങ്ങൾ. ഈ വിഭാഗങ്ങളെ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ സോൾവ് ചെയ്യുവാൻ അബൂബക്കർ റളിയല്ലാഹു കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ പറയുന്നു 10 വർഷം ഉമർ റളിയല്ലാഹുവിൻ്റെ 10 വർഷം എന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ 2 വർഷത്തിൻ്റെ ഭരണത്തിൻ്റെ ഫലമാണ്. അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിനെ സാധാരണ നമ്മൾ കഥയിൽ കേൾക്കാൻ ഉമർ റളിയല്ലാഹു നിലത്ത് റോഡിൻ്റെ സൈഡിൽ കിടന്നുറങ്ങിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു കൂടെയുള്ള ഒരു സെർവൻറ്റിൻ്റെ ഒപ്പം വഴിയിൽ ദൂരം ഫലസ്തീൻ വരെ നടന്നു പോകുവാൻ കഴിയുമായിരുന്നില്ല. അതൊക്കെയും കഴിഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു ഉണ്ടാക്കിയെടുത്ത 2 വർഷത്തിൻ്റെ ഭരണത്തിൻ്റെ ഫലമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ സഹാബിമാർക്കിടയിലുണ്ട്. നിങ്ങൾക്ക് അറബി ഇംഗ്ലീഷൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഇഖ്തിലാഫ് സിയാസ ബൈന സ്വഹാബ, സ്വഹാബികൾക്കിടയിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് ഒരു കിതാബ് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. കർവാവിയും അൽവാനിയൊക്കെ ചേർന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട കിതാബാണ്. ഇവിടെ ഖത്തറിൽ ഒരുപക്ഷെ അത് കാണാം. അതിൽ സഹാബികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് എല്ലാ വിശദീകരണവും അതിൻ്റെ അകത്ത് കാണാം. അതിൽ ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു തമ്മിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം തന്നെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നതിന് മുമ്പ് ഒരു ഭാഗത്തേക്ക് സൈന്യവുമായി അയക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഏറ്റവും ചെറുപ്പക്കാരനായ സഹാബിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിന് ശേഷം ഖലീഫയായി മാറുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച സൈനിക സംഘത്തെ അയക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ചില സഹാബികളൊക്കെ വന്നിട്ട് പറഞ്ഞു, തീരുമാനം മാറ്റാം. അതായത് എത്രത്തോളം എന്നാൽ ഉസാമ ചെറുപ്പക്കാരനാണല്ലോ, വയസ്സ് മൂത്ത സീനിയറായ ഒരാളെ നിയമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന രീതിയിൽ അഭിപ്രായങ്ങൾ ഉമർ വഴി അയക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു ഒരു സൈന്യത്തെയും തീരുമാനത്തെയും ഞാൻ ആരാണ് മാറ്റാൻ? ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നമുക്ക് കാണാം. മറ്റൊരു വ്യത്യാസം കാണുന്നത് സക്കാത്ത് നിഷേധവുമായി ബന്ധപ്പെട്ടതാണ്. സക്കാത്ത് നിഷേധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരോട് കുറച്ച് മൃദുലമായി പെരുമാറുന്ന വർത്തമാനം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത ഒട്ടകത്തിൻ്റെ സക്കാത്തിന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ച ഒട്ടകത്തിൻ്റെ കയറ് പോലും എനിക്ക് നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ പോലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതാണ് ഞാൻ പറഞ്ഞ സ്ട്രിക്ട്നെസ്സിൻ്റെ സ്വഭാവം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്ന ഒട്ടകത്തിൻ്റെ കയറ് പോലും എനിക്ക് നിഷേധിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറയുകയും അവരെ സമാധാന മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അബൂബക്കർ കൊണ്ട് കഴിഞ്ഞു. എന്നിട്ട് അവസാനം ഈ രസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും രസകരമായ കാര്യം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഏകദേശം എല്ലാ തീരുമാനങ്ങളിലും ഒരു എതിർക്കാൻ ഉമർ റളിയല്ലാഹു ആദ്യം ഉണ്ടാവും. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനോട് അബൂബക്കർ റളിയല്ലാഹു പറയുന്നത്, അബൂബക്കർ നീ കണ്ടോളൂ, എനിക്ക് മനസ്സിലാവും അവസാനം എന്താണ് അബൂബക്കർ റളിയല്ലാഹു തീരുമാനിച്ചത്, ആ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഉമർ റളിയല്ലാഹു സോറി എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വരുന്നത് നമുക്ക് കാണാം ചരിത്രത്തിൽ. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക തന്നെ നല്ല കാര്യമാണ്. ചർച്ചകൾ ഉണ്ടാവുക. ഷൂറ സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാ ഖുലഫാക്കളും സ്വീകരിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അതിനൊരു സിസ്റ്റം എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കഴിഞ്ഞാൽ പിന്നീട് സഹാബികളാണ്. വഅംറുഹും ഷൂറ ബൈനഹും ഷാബിറുഹും ഫിൽ അംർ എന്ന് പറയുന്ന ഖുർആൻ ആയത്തുകളെല്ലാം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം സഹാബികൾ നിരവധി ഉപയോഗിക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയും അബൂബക്കർ റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും ബാക്കിയുള്ള സഹാബികൾക്കിടയിലുണ്ടെങ്കിൽ പോലും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ തീരുമാനങ്ങളായിരുന്നു ഏറ്റവും ഉഴച്ചു നിന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനവും ഖലീഫ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ സ്ഥാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന സുഹൃത്ത് എന്നുള്ള സ്ഥാനമെല്ലാം തിരിച്ചറിയുകയും കൂട്ടത്തിൽ ഹിക്മത്ത് കൂടുള്ള ഒരാൾ എന്ന് ഉമർ റളിയല്ലാഹുവിന് പോലും അബൂബക്കർ റളിയല്ലാഹുവിനെ സമ്മതിക്കുന്നത് നമുക്ക് കാണാം. ചരിത്ര രേഖകളിലൊക്കെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഭരണ സംവിധാനം നമ്മൾ ആലോചിക്കുന്ന ഒരു വിഷയം, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു
ഇവർ 4 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടവരാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ അമ്മായിപ്പനാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അമ്മായിപ്പനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹും അലിയും റളിയല്ലാഹു അൻഹു ഇവർ നബിയുടെ മരുമക്കളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയുടെ 2 മക്കളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. റുഖയ്യനെയും ഉമ്മു കൽസൂമിനെയും വിവാഹം കഴിച്ച ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയെ വിവാഹം കഴിച്ച ആളാണ്. ഈ ബന്ധം നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ പറ്റും. അതല്ലാതെ വേറൊരു ബന്ധവും മക്കളെന്ന് പറയുന്ന ബന്ധമില്ല. ഖിലാഫത്തിൻ്റെ ആദ്യകാല 30 വർഷം നിങ്ങൾ നോക്കുമ്പോൾ ഈ 4 പേരും അതല്ലാതെ വേറൊരു ബന്ധവും പരസ്പരമില്ല. വേറെ ബന്ധം നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെടാൻ നേരം ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അത് തിരിച്ച് നോമിനേറ്റ് ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കുന്നുണ്ട്. സഹാബികൾ ഒരുമിച്ച് കൂട്ടുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അടുത്ത ഖലീഫയെ തീരുമാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചർച്ച രോഗിയാവുന്ന ഒരു അവസ്ഥയിൽ മരണം അടുത്തു എന്നുള്ളൊരു ഫീലിംഗ് വന്നതുകൊണ്ടാവാം. അവിടെ സംസാരിക്കുന്നു. ആൾക്കാർ സഹാബികളെ വിളിച്ചു കൂട്ടുന്നു. അപ്പോൾ ഓരോരുത്തരും സംസാരിക്കുന്നു. അപ്പോൾ സഹാബികൾ പറഞ്ഞു, താങ്കൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുമോ? ഞാൻ അംഗീകരിക്കും. പിന്നെ കുറച്ച് ദിവസം അതുമായി സംസാരിക്കുകയും സഹാബികളെ തിരിച്ച് വിളിച്ചു കൂട്ടുകയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു നോമിനേറ്റ് ചെയ്യുകയും അത് സഹാബികൾ ഐക്യകണ്ഠേന സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെയും ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാന ഡിവിഷൻ ഉണ്ടാകുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സ്ഥാനമാണ്. നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തെ ഷിഈ സുന്നി എന്ന് പറയുന്ന 2 ചരിത്രാഖ്യാനങ്ങൾ നിലവിലുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന് ലഭിക്കേണ്ട അധികാരം ഉമർ റളിയല്ലാഹു അൻഹു അലിക്ക് കൊടുക്കാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ചില ഷിഈ ചരിത്ര രചനകളിൽ ഏറ്റവും കൂടുതൽ തെറി, പഴി, ശാപം കേൾക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരുപാട് ഫേക്ക് ചരിത്ര ഹിസ്റ്റോറിക്കൽ നരേഷൻസ് ഉണ്ടാവുകയും ചെയ്തു പിൽക്കാലത്ത്. കാരണം അലിക്ക് ലഭിക്കേണ്ട ഭരണാധികാരം അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ ആ വായനയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിക്ക് അധികാരം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നബി കുടുംബവാഴ്ചയെ അംഗീകരിക്കുന്നു എന്നാണ്. അത് തെറ്റായി മാറും. ഒന്നാമത്തെ പ്രശ്നം. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരം കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസവും ബാക്കിയുള്ള ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയെ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ്, കുടുംബത്തെ പരിഗണിച്ചുകൊണ്ടല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടുത്ത ഖലീഫയെ നിശ്ചയിക്കുന്നതും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫേവർ ചെയ്തത് ഉമറിനെയായിരുന്നു. ഉമർ ആവണം ഖലീഫ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ താല്പര്യമായിരുന്നു. അത് നടക്കാത്തത് കൊണ്ടും തന്നേക്കാൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ആൾ ഒരുപാട് ഖുർആൻ ആയത്ത് പോലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ പറയുന്ന വേവ് ലെന്തുകൾ ചേർന്ന് നിന്ന രാഷ്ട്രീയപരമായ ഡിസിഷൻ മേക്കിങ്ങും പല കാര്യങ്ങളിലും വേവ് ലെന്ത് ചേർന്ന് നിന്ന വൈബ് ചേർന്ന് നിന്ന ഒരാളെന്ന നിലയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് നിമിഷങ്ങളുണ്ട്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷൂറയിലെ പ്രധാന അംഗമായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിൽ ഉമർ എവിടെയുണ്ട്? ചിലപ്പോൾ ചർച്ച നടക്കുമ്പോൾ സദസ്സിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവുകയില്ല. ചർച്ച നടന്നതിന് ശേഷം ഉമർ എവിടെയെന്ന് ചോദിക്കും. ഉമറില്ല. എന്നാൽ ഉമ്മറിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് വരും, ഉമറിൻ്റെ ഈ വിഷയമുള്ള അഭിപ്രായം എന്താണ്? അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്തത് നമുക്ക് കാണാം. ഈ സദസ്സിൽ പോലും അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷൂറയിലും അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുതിയ ഖലീഫയായി തീരുമാനിക്കുമ്പോൾ പോലും അലിയോടും കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫയായി തീരുമാനിക്കുന്നത്. അതായത് സുന്നി എന്ന് പിന്നീട് മാറ്റപ്പെട്ട നമ്മളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് സുന്നി ചരിത്ര വായനയാണ്, മറ്റൊരു ഷീ ചരിത്ര വായന, അങ്ങനെ 2ആയി തരംതിരിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അതെങ്ങനെ വായിക്കണമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്, ഞാൻ വായിക്കേണ്ടതില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് വലുതായതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷൂറയിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷൂറയിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷൂറയിൽ പോലും പ്രധാന ആൾ അത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു.
എത്രത്തോളം വന്നാൽ അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ഈ വിവരം അറിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു, അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന എതിരാളിയായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹു നന്നായി കരയുകയും, അപ്പോൾ ഇത് കരയുന്നത് കേട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ചോദിക്കും, നിങ്ങളെന്തിനാണ് കരയുന്നത്, നിങ്ങളുടെ ശത്രുവല്ലേ? അപ്പം പറയുന്നു, ശത്രു ഇസ്ലാമിൻ്റെ ഹിക്മത്തിൻ്റെയും ഇൽമിൻ്റെയും അധികാരത്തിൻ്റെയും കേന്ദ്രമായിരുന്നു അലി, അതാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്ത് കേൾക്കുമ്പോൾ പ്രതികരിക്കുന്നത് കാണാം. ഈ അലി റളിയല്ലാഹു അൻഹു ആദ്യകാല 3 ഖലീഫമാരുടെയും സദസ്സിലെ ഷൂറയിലെ പ്രധാന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിൻ്റെ ഭണ്ഡാരമായി വിശദീകരിച്ചത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ടാണ് 3 സ്വഹാബിമാരും 3 ഖലീഫമാരും അലി റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് വിളിച്ചത്. ഈ ഉമർ റളിയല്ലാഹു അൻഹു അധികാരത്തിലേറുന്നതോടുകൂടി പിന്നീട് സംഭവിക്കുന്ന ഇസ്ലാമിക ലോകത്തിന് വലിയൊരു സ്ട്രാറ്റജിക് ഷിഫ്റ്റാണ്. നിങ്ങൾ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പദം കേട്ടിട്ടുണ്ടാവും. അത് ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം മുതലാണ്. അത് ആദ്യം ഖലീഫത്തു റസൂലില്ല എന്ന പേരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ ആ പദം ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഖലീഫത്ത് റസൂലില്ല എന്ന രീതിയിൽ ആവർത്തിക്കപ്പെടേണ്ട ഒരവസ്ഥ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയുടെ ഖലീഫ, അങ്ങനെ ആദ്യം ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ലളിതമാവുവാൻ ഖലീഫ എന്നുള്ള പദം ഉണ്ടാകുമ്പോൾ തന്നെയും കുറച്ചും കൂടി ആൾക്കാർക്ക് വിളിക്കാൻ ഉപയോഗിക്കാമെന്ന അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ അമീർ, നേതാവ് എന്നുള്ള പദമാണ്. അത് ആദ്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന പിന്നീട് രൂപപ്പെട്ട എല്ലാ സ്ട്രാറ്റജിക് ഷിഫ്റ്റുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് രീതികൾ, എക്സിക്യൂട്ടീവ് രീതികൾ, ലെജിസ്ലേറ്റീവ് സംവിധാനങ്ങളെല്ലാം ഒരു പുതിയ സ്ട്രക്ചറിലേക്ക് രൂപപ്പെടുന്നത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. ഉമർ റളിയല്ലാഹുവിന് സ്വന്തമായ ഒരുപാട് ഇജ്തിഹാദി സംവിധാനങ്ങൾ കാണാം. നമുക്ക് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തറാവീഹ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിലധികം തറാവീഹ് നിൽക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ആൾക്കാർ അത് ഫർളായി കാണുമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് ജമാഅത്തുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് അത് ഒരൊറ്റ രീതിയിലേക്ക് ഉമർ റളിയല്ലാഹു കൊണ്ടുവരുന്നു. ഇന്ന് നമ്മുടെ കേരളീയ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാണ് ഇന്ത്യയിലടക്കം മുത്തലാഖ് എന്ന് പറയുന്ന ഭാഗം. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും കാലത്ത് ഓരോ തൊലാഖായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ ആൾക്കാർ ഇസ്ലാം വ്യാപിക്കുന്നു, പ്രദേശം വ്യാപിക്കുന്നു, ഈ ആൾക്കാർ പതുക്കെ ദീനിൽ നിന്ന് അകന്നു പോകുന്നുള്ള ഇതുണ്ടാവുന്നു. നിയമങ്ങളെ ഒരു രസത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതിലൊരു സീരിയസ്നെസ് ഇല്ലാതെ ഒരു ലാഘവത്വത്തോടുകൂടി നിയമങ്ങളെ കാണുക. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞു മുത്തലാഖ് എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത്. ചൊല്ലിയാൽ ഒറ്റയടിക്ക് തീരും എന്ന് പറയുന്ന തീരുമാനം ഉമർ റളിയല്ലാഹു കൊണ്ടുവന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണത്? അത് സാമൂഹ്യ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ അത് ഉസ്മാൻ റളിയല്ലാഹു പിന്നീട് അത് മാറ്റുന്നതാണ്. അലി റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് അത് അലി റളിയല്ലാഹു ആ തീരുമാനം മാറ്റി. അത് വേണ്ട, ഓരോന്നോരോന്നായി മുത്തലാഖ് അല്ല എന്ന് തീരുമാനം മാറ്റുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തഗയ്യുറുൽ ഫത്വ ബി തഗയ്യുറുൽ സമാൻ വൽ മക്കാൻ. ഇസ്ലാമിൻ്റെ ഉസൂൽ ഫിഖ്ഹിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്നാണ് ഫത്വകളുടെ മാറ്റം. തഗയ്യുറുൽ ഫത്വകളുടെ മാറ്റം തഗയ്യുറുൽ സമാൻ വൽ മക്കാൻ. സമയവും പ്രദേശവും കാലവും ടൈമും അനുസരിച്ച് കൊണ്ട് ഫത്വകൾ, നിയമരീതികൾ, വിധികൾ മാറുമെന്നാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്തത് ഉമർ റളിയല്ലാഹു കൊണ്ടുവരുന്നു. ഉമർ റളിയല്ലാഹു കൊണ്ടുവന്നത് പിന്നുള്ള സഹാബികൾ മാറ്റുന്നു. കാരണം പശ്ചാത്തലം അനുസരിച്ചുകൊണ്ട് നിയമരീതികൾ മാറ്റുന്നു. നമുക്കറിയാം മോഷ്ടാവിൻ്റെ കൈവെട്ടുക എന്നത് ഒരു ഖുർആനിക നിയമമാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു ക്ഷാമകാലത്ത്, വരൾച്ച കാലത്ത് ആരെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ അവൻ്റെ കൈവെട്ടിയിരുന്നില്ല. നിയമം അവിടെ ഉണ്ടായിരിക്കെ തന്നെ കോണ്ടെക്സ്റ്റുവലായിട്ട് നിയമത്തെ മനസ്സിലാക്കുവാൻ ഉമർ റളിയല്ലാഹു ശ്രമിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആരെങ്കിലും മോഷ്ടിക്കുമ്പോൾ തന്നെ മോഷണത്തിൻ്റെ പ്രധാന കാരണം അന്വേഷിക്കുക എന്നത് ഉമർ റളിയല്ലാഹു ചെയ്ത പ്രധാന രീതികളൊന്നാണ്. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ചില അടിമകൾ അവരുടെ മുതലാളിമാരുടെ ഒട്ടകത്തെ അറുത്ത് തിന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. ഇത് അടിമകളെ ഉമർ റളിയല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന സംഭവം എന്നാണ്. ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് സെർവൻറ്റുകളാണ്, ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണവും ഒന്നും തന്നില്ല. അങ്ങനെ അദ്ദേഹം അവരെടുത്ത് പറഞ്ഞതോട് ഉമർ റളിയല്ലാഹു കൊണ്ടുവന്ന മുതലാളിമാരോട് എക്സ്ട്രാ പേ ചെയ്യുവാൻ, ഫീ അടയ്ക്കുവാനാണ് പറഞ്ഞത്. ഇവരുടെ കൈവെട്ടുകയല്ല ചെയ്തത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക കൽപ്പനയാണ്, അടിമകൾ, സെർവൻറ്റുകൾക്ക് വസ്ത്രവും, അവർ കഴിക്കുന്ന വസ്ത്രവും അവരുടെ ഭക്ഷണവും
അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാത്തിടത്തോളം കാലം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവും. അപ്പം റൂട്ട് കോസ്, കാരണങ്ങളെ കണ്ടെത്തി, നിയമം ഉണ്ടായിരിക്കെ തന്നെ കാരണങ്ങളെ പരിഗണിച്ചുകൊണ്ട് കോണ്ടക്സ്ച്വലി നിയമങ്ങൾ മാറ്റുന്ന സംവിധാനം പോലും റളിയല്ലാഹു ഒരുപാട് മേഖലകളിൽ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് ഖുർആനിൽ സക്കാത്തിൻ്റെ അവകാശികളെക്കുറിച്ച് നമുക്കറിയാം. മുഅല്ലഫത്ത് ഖുലൂബുഹും. ഈ പറയുന്ന ഓരോ ഇജ്തിഹാദുകളും പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന രേഖകളായി മാറി. അപ്പോൾ ഓരോ വിഷയത്തിലും കോണ്ടക്സ്റ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് നിയമങ്ങൾ മാറി മാറി സ്വീകരിക്കാം എന്ന് പറഞ്ഞ രീതികളിലേക്ക് പോലും എത്തി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുഅല്ലഫത്ത് ഖുലൂബുഹും. നമ്മൾ സക്കാത്തിൻ്റെ അവകാശികൾ പറയുമ്പോൾ ഹൃദയമിണക്കം ഉണ്ടാക്കുവാൻ വേണ്ടി കുറച്ച് സക്കാത്തിൻ്റെ കുറച്ച് ഭാഗം ഇന്ന ആൾക്കാർക്ക് വിനിയോഗിക്കാം എന്ന് പറയുന്ന ചർച്ച ഉണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെയും അത് കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും കാലത്ത് അത് കൊടുത്തിരുന്നത് ഇസ്ലാം ചെറുതായിരുന്നു, ചെറിയ പ്രദേശത്തായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോടും ധനികരായ ട്രൈബൽ നേതൃത്വം, പൊളിറ്റിക്കൽ നേതൃത്വം പല ആൾക്കാരെയും ചേർത്ത് നിർത്തുകയും അവരുടെ സഹായ സഹകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക നമുക്ക് ആവശ്യമായിരുന്നു. ഇപ്പോൾ വേണ്ട. ഇസ്ലാം വളർന്നു, മക്ക മദീനയും വിട്ട് പല ഭാഗങ്ങളിലേക്കും പോയി. ഷാം അടക്കമുള്ള മുഴുവൻ ഭാഗങ്ങൾക്ക് പിടിച്ചെടുക്കപ്പെടുന്നു. ഇറാഖ്, ഇറാൻ ഭാഗങ്ങളും ഈജിപ്റ്റൊക്കെ അടക്കം തങ്ങളുടെ കീഴിലേക്ക് വരാൻ പോകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ മുഅല്ലഫത്ത് ഖുലൂബിൻ്റെ ആവശ്യമില്ല എന്ന് ഖുർആൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹുവിനും കൊണ്ടുവന്ന തീരുമാനത്തിന് കോണ്ടക്ച്വലി മാറ്റം വരുത്തിയ ആളാണ് ഉമർ റളിയല്ലാഹു. അതുപോലെയാണ് മറ്റൊന്ന് ഗ്രാൻഡ് ഈ ലാൻഡ് അഗ്രികൾച്ചർ നിയമങ്ങൾ ഒരുപാട് മാറ്റം വരുത്തി അബൂബക്കർ. ഇതൊക്കെയും ഞാൻ പറയുന്നത് മനസ്സിലാവണം, ഷൂറകൾ ഉണ്ടാവണം. ആ ഷൂറകൾ ചർച്ച വരുമ്പോൾ ഉമർ റളിയല്ലാഹു ഷൂറയ്ക്ക് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. ആയത്തും ഹദീസും കോണ്ടക്സ്റ്റൊക്കെ വെച്ചുകൊണ്ട് വിശദീകരിക്കും. മസ്ലഹത്ത്, ജനങ്ങളുടെ നന്മ, സാഹചര്യം നോക്കിക്കൊണ്ട് ഇസ്ലാമിൻ്റെ നന്മ ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തിയറികൾ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് തീരുമാനങ്ങൾ അപ്ലൈ ചെയ്യപ്പെടുക. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അതോറിറ്റേറിയൻ നിലയിൽ നിന്നുകൊണ്ട് സ്വയം കൽപ്പിക്കലല്ല. ഇതൊക്കെ ഒരു ഇങ്ങനെ സ്റ്റാമ്പ് ഡിസിഷൻ പോലെ സംഭവിക്കുന്നതല്ല, ചർച്ചകളിലൂടെ രൂപപ്പെടുന്നതാണ്. അതിലൊന്നാണ് ഈ ലാൻഡുമായി ബന്ധപ്പെട്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെയും നാട് പിടിച്ചെടുക്കുമ്പോൾ ഗനീമത്ത് സ്വത്തുകൾ അല്ലെങ്കിൽ ഫൈഅ് എന്ന് പറയും, യുദ്ധം കൂടാതെ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങളുണ്ട്. അതൊക്കെയും യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മുജാഹിദുകൾക്ക്, സ്വഹാബികൾക്ക് വീതിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തിന് ശേഷം ഉമർ റളിയല്ലാഹു നോക്കുമ്പോൾ പലപ്പോഴും അത് ഉപയോഗശൂന്യമായി കിടക്കുക. ആൾക്കാർ കൊടുക്കുന്നു, അത് അവിടെ കിടക്കുക, ഡെഡ് മണി എന്ന നിലയിൽ, അല്ലെങ്കിൽ അത് തരിശായി കിടക്കുക, ഒരു ഉപയോഗവുമില്ല. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞു ആ പരിപാടി നിർത്തും, അത് ബൈത്തുൽ മാലിലേക്ക് വരികയും അല്ലെങ്കിൽ ആ സ്വത്ത് ആരിൽ നിന്നാണോ പിടിക്കുന്നത് അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും അയാളിൽ നിന്ന് അതിൻ്റെ ടാക്സ് വാങ്ങുകയും ചെയ്യുക. കാരണം വേറെ പ്രശ്നം കൂടെ. ഈ മക്കക്കാരായ ഒരുപാട് മുഹാജിറുകൾ അവർ കച്ചവടക്കാരാണ്, കൃഷിക്കാരല്ല. ഈ മക്കക്കാർക്ക് ഈ ഭൂമി കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇനിയും മദീനക്കാരായ സഹാബികൾ പോലും ഒരുപാട് വാസ്റ്റ് ഭൂമികൾ കിട്ടുന്നതോടുകൂടി പലതും ഇങ്ങനെ റദ്ദ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ആ നാട്ടുകാർക്ക് തന്നെ ആ ഭൂമി കൊടുത്തിട്ട് അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുകയും അവർക്ക് അതിനുള്ള ലാഭവും അതിൽ നിന്ന് 1% അല്ലെങ്കിൽ ഇത്ര ശതമാനം ബൈത്തുൽ മാലിലേക്ക് കിട്ടുകയും ചെയ്യുക. അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നില്ല, അവർക്ക് അവരുടെ വരുമാനം കിട്ടുന്നു, ബൈത്തുൽ മാൽ അത് നടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ ഭൂമി അവിടെ നല്ല പച്ചപ്പുള്ളതായി എന്നും നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ തരത്തിൽ ലാൻഡ് റിഫോമുകൾ പോലും ഒരുപാട് ഉമർ റളിയല്ലാഹു ചെയ്യുന്നതായി കാണാൻ കഴിയും. കാരണം ഈ ഫൈഅ് എന്ന് പറയുന്നൊരു ചർച്ച ഉണ്ട്. ഫൈഅ് സുഹൃത്ത് മാഇദയിലൊക്കെ അത് സംസാരിക്കുന്നുണ്ട്. അവിടെ പറയുന്ന ഭാഗത്ത് ആരാണോ പിടിച്ചെടുക്കുന്നത് അത് അവർക്കുള്ളതാണ് എന്ന് പറയുന്ന ഭാഗങ്ങൾ കാണാം. അപ്പോൾ ഈ സഹാബികളൊക്കെ ഇങ്ങനെയാണല്ലോ ഖുർആൻ പറയുന്നത്, അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാലത്ത് ഇങ്ങനെ തന്നെയാണല്ലോ, താങ്കൾ എന്തുകൊണ്ട് മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഉമർ റളിയല്ലാഹു മുന്നോട്ട് വെക്കുന്നത് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലല്ലോ. ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത കാലത്തോളം അതെങ്ങനെയാണ് ഇസ്ലാമികമായി മാറുന്നത്? ഇസ്ലാമികമായി മാറാത്തതൊക്കെയും ശരീഅത്തിന് വിരുദ്ധമാവും. അപ്പോൾ ശരീഅത്തിന് അനുകൂലമായി മാറണമെങ്കിൽ അതൊന്നും വെറുതെ ഡെഡായി കിടക്കാൻ പാടുള്ളതല്ല. എല്ലാം പ്രൊഡക്റ്റീവായും ഡൈനാമിക്കുമായി മാറണം. അതായത് ശരീഅത്ത് എന്നത്
ശരീഅത്തിൻ്റെ അടിസ്ഥാനം പ്രൊഡക്റ്റീവാണ്, ഡൈനാമിക്കാണ്. ശരീഅത്തിൽ നിന്ന് രൂപപ്പെടുന്നതും പ്രൊഡക്റ്റീവ് ആവണം, ഡൈനാമിക്കും ആവണം. അതുകൊണ്ടാണ് ലാ ദറർ വലാ ദിറാർ എന്ന് പറയുന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട്. സ്വയം ഉപദ്രവിക്കാനും പാടില്ല, മറ്റൊരാളെ ഉപദ്രവിപ്പിക്കാനും പാടില്ല. ഇത് ഉപകാരമില്ലാത്തത് ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാം എല്ലാവരെയും സൃഷ്ടിച്ചത് ഒന്നിനെയും നാം ബാത്തിലായി സൃഷ്ടിച്ചിട്ടില്ല എന്ന് ലോകത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞത്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, മനുഷ്യനോട് പറഞ്ഞു ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്, അതായത് ഉപകാരപ്പെടുത്തുവാൻ ഉണ്ടാക്കിയതാണ്. ഉപകാരമില്ലാത്തതൊന്നും ഇസ്ലാം പറയുകയില്ല, കൽപ്പിക്കുകയുമില്ല. ഉപകാരമില്ലാത്ത നിയമം ഇസ്ലാം ഉണ്ടാക്കുകയുമില്ല. ഇങ്ങനെയുള്ള തിയറികൾ മുന്നിൽ വെക്കുകയും സഹാബികളെ കൊണ്ട് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നിയമങ്ങൾ മാറുകയും ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 4 ഖലീഫമാരിൽ ഒരേ ഒരാൾ മാത്രമേ സമാധാനപൂർവ്വം മയ്യത്തും കട്ടിൽ വീട്ടിൽ കിടന്ന് മരിച്ചിട്ടുള്ളൂ. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഇത്രയും നമ്മൾ ലോകം മുഴുവനും ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണം എന്ന് പറയുന്ന അതേ ഉമർ റളിയല്ലാഹു അൻഹു കൊലയപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കൊലയപ്പെടാനുള്ള ഒരു കാരണം ഒരു ടാക്സുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്, അതല്ല ഇറാനി വംശീയതയാണ് എന്ന് പറയുന്ന 2 വായനകളുണ്ട്. അബുലുലു ഫൈറൂസ് എന്ന് പറയുന്ന ഇറാനിലുണ്ടായിരുന്ന ഒരാൾ പിന്നീട് ഇവിടെ അടിമയായി വരികയും മക്കയിൽ മൊയ്റത്തുൽ ഷുബയുടെ കീഴിൽ അദ്ദേഹം സെർവൻ്റായി ജോലി ചെയ്യുന്നു. നല്ല ഈ കത്തി മൂർച്ച കൂട്ടുന്ന അങ്ങനെയൊക്കെ പണി ചെയ്യുന്ന ഒരാളാണ്. അതിന് മുമ്പാണ്, കുറച്ചു കാലം മുമ്പാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇറാൻ പിടിച്ചെടുക്കുന്നത്. പഹ്ലവി അവിടെ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റി, സാസാനി രാജവംശം ഉണ്ടായിരുന്നു. അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ഖിലാഫത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ അബുലുലു ഫൈറൂസ് എന്ന് പറയുന്നത് ഇറാനിനെ നന്നായി സ്നേഹിച്ച മുസ്ലിം ആവാതിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇറാൻ പിടിച്ചെടുത്ത ഉമറിനോട് ശക്തമായ പക ഉണ്ടായിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇമ്മീഡിയറ്റ് കോസ് കണ്ടെത്താൻ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ടാക്സ് കൂടുതൽ വാങ്ങിയത്, ഒരു അടിമയിൽ നിന്ന് ടാക്സ് കൂടുതൽ വാങ്ങിയെന്ന് അദ്ദേഹം സ്വയം വാക്കു പറയുകയും അതിൻ്റെ പേരിൽ കത്തിയിൽ വിഷം കലർത്തുകയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നമസ്കാര മധ്യേ വധിക്കുകയും ചെയ്തു എന്നാണ്, കുത്തുകയും ചെയ്തു എന്നാണ്. അദ്ദേഹം നമസ്കാരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പല സഹാബികളും കുത്തി മാറി 7 പേര് ആ സമയത്ത് കൊല്ലപ്പെടുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റാത്ത നല്ല ശക്തനായൊരു മനുഷ്യനായിരുന്നു. അബ്ദുറഹ്മാൻ ഔഫ് അദ്ദേഹത്തിൻ്റെ കയ്യിലെ തുണിയെടുത്ത് ശരീരത്തിലേക്ക് വലിച്ചെറിയുകയും അങ്ങനെ കൂട്ടം പിടിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. ഉമർ റളിയല്ലാഹുവിനെ കുത്തേൽക്കുന്നുണ്ട്. ആ കുത്തേറ്റ് കിടക്കുന്ന ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ ചിന്ത എൻ്റെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളതായിരുന്നു. അദ്ദേഹം 6 അംഗ സംഘത്തെ സഹാബികളെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നത് ചർച്ചയുടെ ഭാഗമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നത് സഹാബികളോട് ചർച്ച ചെയ്തുകൊണ്ട് നോമിനേറ്റ് ചെയ്യലാണ്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത ആളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നത് 6 സഹാബികളെ, പ്രധാനമായും അന്നുണ്ടായിരുന്ന അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രധാനപ്പെട്ട 6 സഹാബികളെ തിരഞ്ഞെടുക്കുകയും എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ മകൻ ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ നിങ്ങൾ കൂടെ കൂട്ടാം ചർച്ചയിൽ ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള ചർച്ചയിൽ കൂടെ കൂട്ടാം. പക്ഷേ ഇബ്നു ഉമറിനെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യരുത്, സൂക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മകനെ നിങ്ങൾ നോമിനേറ്റ് ചെയ്ത് ചർച്ച ചെയ്യരുത്, അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ചർച്ചയിൽ നിങ്ങൾ അദ്ദേഹത്തെ ഉപയോഗിക്കാം. കാരണം ഇബ്നു ഉമറിനൊരു പ്രത്യേകത, അന്ന് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും വലിയ ചെറുപ്പക്കാരനാണെങ്കിലും വലിയ പണ്ഡിതനായിരുന്നു. പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഫിഖ്ഹി വിഷയങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം മകനെ വിളിക്കും. ഇപ്പോൾ കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ്. അപ്പോൾ എന്തിനാണ് വിളിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുകയും ഉമ്മനെ വിളിച്ചിട്ട് അഭിപ്രായം ചോദിക്കാൻ പറയുകയും ഇബ്നു ഉമറിൻ്റെ അഭിപ്രായം ഇവരെയൊക്കെ മികച്ചു നിൽക്കുന്നതായി തെളിവുകൾ സഹിതം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നതിൽ തൻ്റെ മകനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ അവിടെ തീരുമാനമുണ്ടാവുകയും അങ്ങനെ അതിൽ നിന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തീരുമാനം ഏറ്റെടുക്കുകയും ചെയ്തത്. അതാണ് 3ാമത്തെ ഖിലാഫത്തിൻ്റെ ഷൂറ സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഓരോ ഖലീഫമാരും വ്യത്യസ്തമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഖലീഫയായി വരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ വയസ്സനായ ഒരു മനുഷ്യനാണ്.
അദ്ദേഹം 12 വർഷമാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വൃന്ദത്തിൽ ഏറ്റവും ലജ്ജയുള്ള ആൾ. ഒരുപാട് കഥകൾ നമുക്ക് കാണാം. സഹാബികളൊക്കെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു വരുന്നതായി കാണുമ്പോൾ ഒന്നും കൂടെ ഡ്രസ്സൊക്കെ ഒന്ന് മാടി ഒതുക്കി ശരിയായി വൃത്തിയായിട്ടിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചോദിക്കും, ഞങ്ങളൊക്കെ വന്നപ്പോഴും ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, നിങ്ങളല്ല, ഉസ്മാൻ കൂടുതൽ ഹയാ ഉള്ള ആളാണ്. അപ്പം അദ്ദേഹത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കണം. ഒരാളോട് എങ്ങനെ പെരുമാറണമെന്നുള്ള പാഠം അതിലുണ്ട്. ഒരാളെങ്ങനെയാണോ അയാളുടെ മാന്യതയും റെസ്പെക്റ്റും അനുസരിച്ചുകൊണ്ട് തിരിച്ചും കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നുള്ള പാഠം ആ ഹദീസിലുണ്ട്. ഇതൊക്കെയും പരിഗണിച്ചുകൊണ്ടും കൂടുതൽ സ്വാത്വികനായ ഉസ്മാനുൽ ഗനി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതായത് അന്ന് മക്കയിലും പിന്നീട് മദീനയിലും ഏറ്റവും പ്രമുഖനായ ധനികൻ അദ്ദേഹം തന്നെയായിരുന്നു. ധനികന്മാരിൽ ഒരാൾ അദ്ദേഹം തന്നെയാണ്. അതേസമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന ഒരാൾ ഉസ്മാൻ റളിയല്ലാഹു തന്നെയാണ്. വെള്ളത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ കിണർ മുഴുവൻ വാങ്ങിക്കൊടുത്ത ഉസ്മാൻ. അടിച്ചോടിച്ച മക്കൾക്കാർക്ക് വരൾച്ച വന്നപ്പോൾ ആരുണ്ട് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തൻ്റെ ഒരു പുതിയ കാരവാൻ വരുമ്പോൾ ആ കാരവാൻ അതേപടി തിരിച്ച് മക്കയിലേക്ക് തിരിച്ചു വിടുന്നുണ്ട് ഉസ്മാൻ റളിയല്ലാഹു. അതായത് ധനികനായ എന്നാൽ ഏറ്റവും വലിയ ഔദാര്യവാനായ, ഏറ്റവും ശക്തനായ, സ്ട്രോങ് ആയ, പൊളിറ്റിക്കലി ഫാമിലിയുടെ കാര്യത്തിലും നിങ്ങൾ ബനൂ ഉമയ്യ എന്ന് പറയുന്ന ഉമയ്യ ഡൈനാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കുടുംബമാണ് ബനൂ ഉമയ്യ. അതായത് അന്ന് അറേബ്യയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പും പിമ്പും ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പവർഫുൾ ഫാമിലിയാണ് അവർ. മക്കയിലെ പല കാര്യങ്ങളും ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ബനൂ ഉമയ്യ പണ്ടേ ഫേമസ് ആയിരുന്നു. അത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രശ്നമായി വരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി സ്ട്രക്ചർ നിങ്ങൾ ആലോചിക്കുക, ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ മക്കൾക്കാരോട് ചർച്ചയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടുന്നത് ഉസ്മാൻ റളിയല്ലാഹു തന്നെയാണ്. അവിടെ ചർച്ച ചെയ്യാൻ വിടുകയും ഉസ്മാൻ റളിയല്ലാഹുവിനെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ബയാത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞ് ഖുർആനിൽ തന്നെ പരാമർശിക്കുന്നത് കാണാം. ഉസ്മാൻ റളിയല്ലാഹു വധിക്കപ്പെട്ടു, കൊലയപ്പെട്ടു എന്ന് പറയുന്ന റൂമറുകൾ പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവെക്കുകയും സഹാബികൾ 1400 വരുന്ന എല്ലാ സഹാബികളും എന്നാൽ ഉസ്മാൻ്റെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ സന്ധി ഉണ്ടാകുന്നതിന് മുമ്പ് എല്ലാവരും നബി കൈവെക്കുകയും നബിയുടെ ഇടത്തെ കൈ ഉസ്മാന് വേണ്ടി നബി തന്നെ വെക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. ആ ഉസ്മാൻ്റെ രക്തത്തിന് പകരം വീട്ടുമെന്ന് പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നു, ചർച്ച മാറുന്നു. അതേ ഉസ്മാൻ, അതായത് സ്ട്രോങ് ആയ എന്നാൽ സ്വാത്വികനായ, ധനികനായ എന്നാൽ ഔദാര്യവാനായ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉസ്മാൻ, ഉമർ ഈ ഭരണകാലത്തിൽ പ്രധാന ഷൂറ മെമ്പറായ, എല്ലാത്തിനും നല്ല വ്യക്തിത്വവും അഭിപ്രായ സുഭദ്രതയുമുള്ള ആളിനെ തന്നെയാണ് ഈ 6-7 സംഘം അടുത്ത ഖലീഫയായി തീരുമാനിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ ഈ 12 വർഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കീഴിലേക്ക് വന്നിരുന്നു. ഉമർ റളിയല്ലാഹു ഏകദേശം ഇറാൻ, ഇറാഖ് പിടിച്ചെടുത്തു, ഈജിപ്റ്റ് പിടിച്ചെടുത്തു, ഷാം എന്ന് പറയുന്ന ഫലസ്തീൻ, ലബനാൻ, ജോർദാൻ, സിറിയ അടക്കമുള്ള അന്ന് ഷാം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം അതൊക്കെയും ഉമർ റളിയല്ലാഹു പിടിച്ചെടുത്തു. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇന്നത്തെ ബുഖാറ, ഉസ്ബെക്കിസ്ഥാൻ ഭാഗങ്ങളിലേക്ക് പരക്കുന്നു. നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ബൈസാന്റിയൻ ഭാഗത്തിൻ്റെ ചുറ്റുപാടുകൾ പിടിച്ചെടുക്കുവാൻ മുആവിയ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. നേവൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നാവിക സംഘമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ഭയമായിരുന്നു, വേണോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ ഈ നേവൽ സംഘം അത് പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തിയായി മാറുന്നു. ഒരുപാട് പ്രദേശത്തിലേക്ക് മാറുന്നു. അതോടുകൂടി ഖിലാഫത്ത് ഇങ്ങനെ വളരുകയാണ്. അബൂബക്കർ റളിയല്ലാഹുവിന് 2 വർഷം, ഉമർ റളിയല്ലാഹുവിൻ്റെ 10 വർഷം 12, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ 12 വർഷം 24. ഈ 24-ലെ രണ്ടാം ഘട്ടം 6 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 6 വർഷത്തിലേക്ക് എത്തുമ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നു. അതായത് അതിർത്തി പ്രദേശങ്ങൾ, ഈജിപ്റ്റ് അടക്കമുള്ള ചുറ്റുപാടും പ്രദേശങ്ങളിൽ ഭരണാധികാരികളോട്, അതായത് അവരവരുടെ ഗവർണറുകളോട് അതൃപ്തികൾ ഉണ്ടാവുന്നു. തങ്ങളുടെ ഉമർ റളിയല്ലാഹു അങ്ങനെ ചെയ്തിരുന്നില്ല. ഏതെങ്കിലും ഒരു ഗവർണറോട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറ്റി പുതിയ ആൾ നിയമിക്കലായിരുന്നു ഉമർ റളിയല്ലാഹു ചെയ്തിരുന്നത്. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ
ആൾക്കാർ പുതിയ സംഘങ്ങളാണ്, അങ്ങനെ തർബിയത്തുള്ളവരല്ല. ഇസ്ലാം വ്യാപിക്കുന്നു, ഇസ്ലാമിലേക്ക് വരുന്നു. എന്നാൽ പോലും എങ്ങനെ ഭരണകർത്താവ് എങ്ങനെ പെരുമാറണമെന്നുള്ള നിയമങ്ങളുണ്ട്, ഭരണീയർ എങ്ങനെ ഭരണകർത്താവിനോടും പെരുമാറണമെന്നുള്ള നിയമങ്ങളുണ്ട്. ഈ തർബിയത്ത് പിന്നീട് വരുമ്പോൾ പലർക്കും കിട്ടുന്നില്ല. അതായത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തെ സഹാബികളാണ് അധികവും. അവർക്ക് എങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട് പെരുമാറണമെന്നുള്ള നിയമങ്ങൾ അറിയാം. തിരിച്ചും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉമർ റളിയല്ലാഹു വളരെ സ്ട്രെയിനായിട്ടാണ് ഭരണ സംവിധാനത്തെ കൊണ്ടു നടന്നത്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തിലേക്ക് എത്തുമ്പോൾ ഖിലാഫത്തിൻ്റെ പ്രദേശം, ഡെമോഗ്രഫി, ജിയോഗ്രഫി ഒക്കെയും വ്യാപിക്കപ്പെടുന്നു. അതോടുകൂടി ഈ തർബിയത്ത് നേർത്തു വരുന്നു. ഭരണാധികാരികളും അതുപോലെ തന്നെ അവിടുത്തെ സ്വജനങ്ങളും തദ്ദേശവാസികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഇവരെയൊക്കെ ഡീല് ചെയ്യുവാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു പലപ്പോഴും സ്വന്തം സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് കൊടുത്തും സമ്മാനങ്ങൾ കൊടുത്തും ഭരണാധികാരികളും ജനങ്ങളോടുമുള്ള സോൾവൊക്കെ ചെയ്യുവാൻ തീരുമാനിക്കുന്നു. പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ അഭിപ്രായ പ്രശ്നങ്ങളുണ്ടായി. ചിലർ വിചാരിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതൊക്കെ ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തുകൊണ്ടാണ് നാട്ടുകാർക്ക് ക്യാഷ് കൊടുക്കുന്നത് എന്നുള്ള അഭിപ്രായം, ചില റൂമറുകളുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരുത്താൻ ശ്രമിക്കുന്നു, പക്ഷേ പലരും സ്വീകരിക്കുന്നില്ല. പിന്നീട് മറ്റൊരു പ്രശ്നമുണ്ടായത്, ഈ ഖലീഫമാരെ മാറ്റാൻ ആൾക്കാർ ആവശ്യപ്പെടുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ തൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഭരണപരിചയവും എക്സ്പീരിയൻസും അബൂബക്കർ മുതൽ ഇങ്ങോട്ട് വരെയുള്ള എക്സ്പീരിയൻസും ഉള്ളവർ അധികവും ഉമയ്യ ഫാമിലിയിലുള്ള ആൾക്കാരായിരുന്നു. ഇത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കുടുംബ ബന്ധമോ അങ്ങനെ പലരുമുള്ള ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹുവിനോട് കൂടുതൽ ചേർന്ന് നിന്ന പലരായിരുന്നു. ഇവരെ അങ്ങോട്ട് നിയമിക്കുന്നു. അത് അടുത്ത റൂമറിന് കാരണമാകുന്നു. അതായത് സ്വജനപക്ഷപാതിത്വം, ഭരണം കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ചില വാദങ്ങളുണ്ടായി. അത് ശരിയായിരുന്നില്ല. പക്ഷെ ജനങ്ങൾക്കത് അറിയണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ സ്വീകരിക്കണമെന്നില്ലല്ലോ. അങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഇന്നത്തെ ഈജിപ്റ്റ്, മിസ്ർ ഭാഗത്തു നിന്ന് കുറേ കലാപകാരികൾ ഒരുമിച്ച് വരികയും മദീനയിലെത്തുകയും അവിടെ മാസങ്ങളോളം തമ്പടിക്കുകയും അവസരം കിട്ടിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീടിൽ ചാടിക്കയറി ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അദ്ദേഹം ഓതിക്കൊണ്ടിരുന്ന ഖുർആനിൽ അതൊക്കെ രക്തം ചിതറി വീഴുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തടയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിരലുകൾ വെട്ടി മാറുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയും വളരെ മോശമായ ചരിത്രത്തിൽ ഒരുപാട് ഇന്ന് എന്തൊക്കെയാണോ സംഭവിച്ചത് അതിൻ്റെയൊക്കെ റൂട്ട് കോസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്താണ് അതിലേക്ക് എത്തുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ തെറ്റായി ധരിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഈ കൊലപാതകങ്ങളിലേക്ക് ഇവരൊക്കെയും എത്തിപ്പെടാൻ കാരണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരുപാട് ഇജ്തിഹാദുകൾ ചെയ്തത് നമുക്ക് കാണാം. അതിൽ പ്രധാനമായും ഈ ഖുർആൻ്റെ കോഡിഫിക്കേഷനാണ്. അതായത് ഖുർആൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് വിവിധ 7ഓളം ഖിറാഅത്തുകളിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു കാലത്തേക്ക് എത്തുമ്പോൾ ഖിലാഫത്തിൻ്റെ ജിയോഗ്രഫി വ്യാപിക്കുകയും ആ നാട്ടുകാർക്കിടയിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാൻ തുടങ്ങുന്നതോടുകൂടി അത് ഒരൊറ്റ ഖിറാഅത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും ഖുറൈശികൾ എങ്ങനെയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയൊക്കെ പോലുള്ള സഹാബികൾ എങ്ങനെയാണോ ഖുർആൻ ഓതിയിരുന്നത് ആ ഒരൊറ്റ റൂട്ടിലേക്ക് കേന്ദ്രീകരിക്കുകയും അതാണ് നമ്മുടെ കയ്യിലുള്ള ഉസ്മാനി ഖുർആൻ എന്ന് വിളിക്കപ്പെടുന്ന കൃതി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്നാണ്. ആ ഖുർആനിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് രക്തം ചീന്തപ്പെട്ടത്. ഇതിനോട് സംഭവിച്ചതിന് മുമ്പ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അന്ന് ഷാമിലെ ഗവർണറാണ്. എന്ന് വെച്ചാൽ സിറിയൻ ഭാഗത്ത് ഡമസ്കസ് ഭരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരുമകനാണ്, കുടുംബ ബന്ധുവാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ താങ്കൾക്ക് സഹായിയായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരട്ടെ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത് വേണ്ടതില്ല, കാരണം താങ്കൾ വരുമ്പോൾ ഇവിടെ ഒരു ഞാൻ എൻ്റെ കൗമിൽ വിഭാഗീയത ഉണ്ടാക്കുകയും സഹോദരന്മാർ തമ്മിൽ രക്തം ചിന്താൻ ഞാൻ തന്നെ കാരണക്കാരനാവുന്നു എന്ന ഒരു പുതിയൊരു ആരോപണം വേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും സംഘർഷം രൂക്ഷമാവുകയും മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സംഘത്തെ കൊണ്ട് ദമസ്കസിൽ നിന്ന് തിരിച്ചു വരുന്ന ഭാഗത്ത് ഇവിടെ സംഭവം നടക്കുകയും ഇതോടുകൂടി അദ്ദേഹം തിരിച്ചു പോകുന്ന സംഭവമാണ് പിന്നീട് ഉണ്ടാകുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ പോലുള്ള ചില സഹാബികളൊക്കെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ കാവൽ നിൽക്കാൻ ശ്രമിച്ചിരുന്നു. അവരുടെയൊക്കെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ചാടിക്കയറി അദ്ദേഹത്തെ വധിക്കുന്നത്. വളരെ രൂക്ഷമായ സാഹചര്യം ഉണ്ടാവുകയും മദീനയിൽ ഒരു പൊളിറ്റിക്കൽ വാക്വം, രാഷ്ട്രീയ ശൂന്യത രൂപപ്പെടുകയും ചെയ്യുന്നു.
അപ്പോഴാണ് ഇനി ആരാവണമെന്ന് പറഞ്ഞ ചർച്ച രൂപപ്പെടുന്നത്. ആ ചർച്ചയിലാണ് കുറച്ച് പേര് സഹാബികൾ ഒരുമിച്ച് കൂടുകയും അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്നാണ് ആ വിഭാഗത്തിൽ വിളിക്കപ്പെടുന്നത്. കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അർഹതയുള്ള ആൾക്കാർ അവരൊരുമിച്ച് കൂടുകയും പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വരുന്ന ഒരാവശ്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് എല്ലാവരും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുകയും അദ്ദേഹത്തെ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ആ തീരുമാനത്തിൽ ആയിഷ, തൽഹ, സുബൈർ അടക്കമുള്ള പ്രധാന സഹാബിമാരെല്ലാം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയകളിലൊന്ന് ഈ കലാപകാരികളെ അമർച്ച ചെയ്യുകയും പ്രതികാരം വീട്ടുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ നടപടി പെട്ടെന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഖലീഫയാവുന്നതോടുകൂടി അദ്ദേഹം നോക്കുന്നത് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. കാരണം കലാപകാരികൾ ഇപ്പോഴും മദീനയുടെ തെരുവുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, പല ഭാഗങ്ങളിലുണ്ട്, രക്തപ്പുഴകൾ ഊറ്റും. അതുകൊണ്ട് അത് വളരെ സാവധാനത്തോടുകൂടി തീരുമാനിക്കേണ്ട തീരുമാനമായിട്ട് അലി റളിയല്ലാഹു അൻഹു കാണുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബൈഅത്തിൽ രൂപപ്പെട്ട ക്രൈറ്റീരിയകളൊന്ന് അതായിരുന്നല്ലോ, പ്രതികാരവും അവരുടെ നിയമ നടപടികളും ഉണ്ടാവുക എന്നുള്ളത്. അത് നടക്കാത്തത് കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ കാണുവാൻ വേണ്ടി തൽഹ, സുബൈർ അടക്കമുള്ള സഹാബികൾ മക്കയിലേക്ക് പോകുന്നു. അവരെയും കൂട്ടി ഒരു വിഭാഗമായിട്ട് ഈ ബസ്ര ഭാഗത്തേക്ക് എത്തുന്നു. അതിനാണ് ജമൽ യുദ്ധം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട യുദ്ധം. യഥാർത്ഥത്തിൽ ഒരു യുദ്ധം നടന്നിട്ടില്ല, ചെറിയൊരു കശപിശകൾ ഉണ്ടാവുകയും അലി റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ പറഞ്ഞ് മനസ്സിലാക്കുകയും തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് വലിയ നമ്മളത് ചിത്രീകരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ അലിക്കെതിരെ യുദ്ധം നടത്തി എന്നുള്ള രീതിയിലാണ്. അതിൽ ഒരു ഈ ചരിത്രരചനയുടെ ഒരു ടച്ചുണ്ട്. കാരണം ആയിഷ അലി വിരുദ്ധയായ ആളാണ്. ആയിഷ ശപിക്കപ്പെടേണ്ടതാണ്, ഇങ്ങനെ മോശമായി ചിത്രീകരിക്കപ്പെടേണ്ടതാണ് എന്നതുകൊണ്ട് ഒരു ചരിത്രമായി തന്നെ സംഭവിച്ചു എന്ന രീതിയിൽ തന്നെ വായിക്കൽ ചിലരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അലി റളിയല്ലാഹു അൻഹു തന്നെ അവരെ തിരിച്ചുവിടുന്ന സംഭവമുണ്ട്. പക്ഷേ ഷാം പ്രദേശത്ത് ഈ വിഷയം രൂക്ഷമാവുന്നു. അവിടെ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രതികാരം വീട്ടുക തന്നെ വേണം. ഒന്നുകിൽ താങ്കൾ വീട്ടണം, അല്ലെങ്കിൽ എന്നെ വീട്ടാൻ താങ്കൾ അത് അനുവദിക്കണം. ഖുർആനിലെ ആയത്ത് എന്നെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഖിസാസിന് ആർക്കധികാരമുണ്ട്? പിടിക്കപ്പെട്ടവർക്ക് ചെയ്യാൻ അധികാരമുണ്ട്. ഭരണഘടന ഇങ്ങനെ സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു അത് രണ്ടും ചെയ്യാൻ സാധിക്കുന്ന പശ്ചാത്തലമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു. അതായത് രണ്ട് ഇജ്തിഹാദുകൾ ഒരേ സമയം ഒരു വിഷയത്തിലുണ്ടാകുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കതിന് അവകാശമുണ്ട്, ഒരു ഖലീഫ എന്ന നിലയിൽ താങ്കൾ അത് ചെയ്യണം, അല്ലെങ്കിൽ ഞാനത് ചെയ്തോളാം. മുആവിയ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞത്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതല്ല, ഇപ്പോൾ നമ്മളത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് എത്തുകയും അത് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്യുന്നു. അവിടെ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനെ ചോദ്യം ചെയ്യുന്നില്ല. മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഞാൻ ഖലീഫയാവണമെന്ന് പറയുന്നുമില്ല. പകരം പ്രതികാരത്തിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അലി റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു പലവട്ടം ചരിത്രത്തിൽ ഒരുപാട് കിതാബുകൾ, ബിദായ നിഹായ പോലെ, അല്ലെങ്കിൽ ഇബ്നു തൈമിയുടെ കിതാബ് പോലെ, ഇബ്നു ഖയ്യിമിൻ്റെ കിതാബ് പോലെ, ഇബ്നു കസീറിൻ്റെ കിതാബ് പോലെ ഒരുപാട് കിതാബുകളിൽ മുആവിയ റളിയല്ലാഹു അൻഹു പ്രത്യേകം പറഞ്ഞതായി പറയുന്നുണ്ട്. അദ്ദേഹം യുദ്ധത്തിന് ആവശ്യപ്പെട്ടിരുന്നില്ല, യുദ്ധം രക്തപ്പുഴകൾ നിർത്തുവാൻ പറയുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു തന്നെ അങ്ങോട്ട് പോയി, നമ്മൾ എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത് പരസ്പരം? അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഫമനുൽ ജിഹാദ് മുശ്രിക്കീന വൽ കുഫാർ, നമ്മളിങ്ങനെ പരസ്പരം യുദ്ധം ചെയ്യുകയാണെങ്കിൽ മുശ്രിക്കുകൾക്കും കുഫാറിനെതിരെ ജിഹാദ് ചെയ്യാൻ പിന്നെ ആരാണ് ബാക്കി ഉണ്ടാവുക? ഇതൊക്കെ ചോദിക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. അതായത് മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു തമ്മിൽ യുദ്ധം കൂടി ഖിലാഫത്തിനുള്ള മത്സരമായിട്ട് പിന്നീട് ഓറിയന്റലിസ്റ്റുകളും പലരും ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ലൈനിലേക്ക് നമ്മൾ പോകരുത്. ഇവർ പരസ്പരം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലുണ്ടായ സംഘർഷം മാത്രമാണെന്നും, അതുപോലെ തന്നെ എന്തെങ്കിലും ഫിഖ്ഹി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ മദീനയിലേക്കും ബസ്രയിലേക്കും അയച്ചുവിടും. അലി റളിയല്ലാഹു അൻഹുമായി ചർച്ച ചെയ്തിട്ട് ആ ഫിഖ്ഹി അഭിപ്രായം അവിടെ നടപ്പിലാക്കുവാൻ വേണ്ടി. ഇങ്ങനെ പരസ്പര ബന്ധമുണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു ഭയങ്കര പുകഴ്ത്തലാണ് പറയുന്നത്. തിരിച്ചും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു ഭയങ്കര പരസ്പരം ആദരവുള്ള രണ്ട് പേർ എന്ന് മാത്രമല്ല, സിഫീൻ യുദ്ധം നടക്കുമ്പോൾ രാത്രികളിൽ ഈ രണ്ട് നേതാക്കന്മാരും കൊലയപ്പെടുന്ന പലരും സഹാബികളാണ്. ആ രണ്ട് നേതാക്കന്മാർ അലിയും മുആവിയയൊക്കെ ചേർന്നുകൊണ്ട് ആരൊക്കെ കൊലയപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ
മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെയും സംരക്ഷിക്കൽ ഒന്നിച്ച് ചെയ്തിരുന്നു. അതൊക്കെയും ഈ സംഭവത്തിനിടയിൽ നടക്കുന്നുണ്ട്. രണ്ട് ശത്രുക്കൾ എന്ന നിലയിൽ നമ്മൾ പരസ്പരം കാണരുത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിച്ച ഒരു വിഭാഗം തന്നെ ഖവാരിജികൾ എന്ന പേരിൽ രൂപപ്പെടുകയും അവരാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കുകയും ചെയ്തത്. ഈ വധം കേൾക്കുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇസ്ലാമിൻ്റെ പ്രധാന സ്തംഭം ഇൽമ ഹിക്മത്തൊക്കെയും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, അലി റളിയല്ലാഹു അൻഹു ആണ് അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് ശേഷം ഞാനാണ് ഖിലാഫ എന്ന് പ്രഖ്യാപിക്കേണ്ടിയിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടിയിരുന്ന പ്രതികാരം മാത്രമായിരുന്നു. പിന്നീട് ഖലീഫയായി നാട്ടുകാർ തീരുമാനിക്കുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം ഏൽക്കുവാൻ വലിയ താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു വലിയൊരു പൊളിറ്റിക്കൽ സ്ട്രക്ചറും മിലിറ്ററി പവറുമുള്ള ഒരാളായതുകൊണ്ടും അവർക്കിടയിൽ ഒരു പാക്റ്റ് ഉണ്ടാവുന്നു. അലി മുആവിയയും ഹസൻ റളിയല്ലാഹു അൻഹു തമ്മിലൊരു പാക്റ്റ് ഉണ്ടാവുകയും ആ പാക്റ്റ് പ്രകാരം അഹ്ലു ബൈത്തിനെയും മദീനക്കാരെയും എല്ലാം സംരക്ഷിക്കുമെന്നും ജനങ്ങളുടെ സുരക്ഷയും സ്റ്റെബിലിറ്റിയും ഒക്കെ ഉറപ്പുവരുത്തുമെന്നും ഒക്കെയുള്ള പാക്റ്റ് തീരുമാനിച്ചതിന് ശേഷമാണ് മുആവിയ റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫയായി മാറുന്നത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊക്കെയും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രം മനസ്സിലാക്കാൻ. ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നില്ല, ഇതൊരു തിയോക്രസി ആയിരുന്നില്ല, ഇതൊരു അതോറിറ്റേറിയനിസം ആയിരുന്നില്ല. ജനക്ഷേമ ജനപക്ഷത്തിന് വേണ്ടി ഭരിച്ച ജനങ്ങളുടെ താല്പര്യം നോക്കി നിന്ന ഭരണകർത്താക്കളുടെ ഒരു ചരിത്രമായിരുന്നു ഖിലാഫത്ത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആധുനികമായി ഇപ്പോൾ രൂപപ്പെട്ടു വന്ന പല ഇസ്ലാമിക വിരുദ്ധമായ പല ടെർമിനോളജികളിലും നമ്മൾ പെട്ടുപോകും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവുക. വാഹിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.